ഉരുൾപൊട്ടൽ ദുരന്തത്തിലില്ലാതായ തിരിച്ചറിയപ്പെടാതെ പോയ 16 പേരുടെ ഭൗതിക ശരീരങ്ങൾ ഇന്നത്തെ ദിവസം ആദ്യഘട്ടത്തിൽ പുത്തുമലയിൽ സംസ്കരിച്ചിരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസുകളിൽ എത്തിച്ച മൃതദേഹങ്ങൾ താൽക്കാലികമായി ഒരുക്കിയ പന്തലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യം കണ്ടതുപോലെ, കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും സംസ്കരിക്കുക എന്നുള്ളതാണ്. നമുക്ക് രഘുനാഥ് നാരായണിലേക്ക് പോകാം. രഘു, എന്തായി കാര്യങ്ങൾ? പന്തലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭൗതിക ശരീരങ്ങളെല്ലാം തന്നെയും. അത് പൂർത്തിയായിട്ടുണ്ടോ? മറ്റു ചടങ്ങുകൾ ഉടൻ ആരംഭിക്കുമോ? രണ്ടാം ഘട്ടത്തിലെത്തിച്ച മുഴുവൻ മൃതദേഹങ്ങളും താൽക്കാലിക പന്തലിലേക്ക് മാറ്റി അവിടെ സർവമത പ്രാർത്ഥന ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞങ്ങൾക്ക് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. ദുഷ്ടാരൂപിയിൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. സ്ഥിരമല്ലോ നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരുകില്ല. യാത്രക്കാരാ, മുന്നിലതാ നിൻ കബറിടമല്ലേ. ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ ദാസരുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ സ്വർഗീയമായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ചൂരൽമല ശിവക്ഷേത്രത്തിന്റെയും കർമ്മിയായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ ബാലചന്ദ്രൻ, അതുപോലെ നമ്മുടെ സുനിൽ ദാസ് സ്വാമി അവർകളും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നു.
ദൈവദേശകം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ പവാപിക്കോ, രാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും ഒഴിയുമോർക്കിൽ നീ. അകവും പുറവും ദിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധു ജയിക്കുക. ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. രാമ 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 പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ ഓം നാരായണായ. ബഹുമാനായ NSSന്റെ സെക്രട്ടറി സുധാകരൻ ഉൾപ്പെടെ അഡ്വക്കേറ്റ് ബബിത ഉൾപ്പെടെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റികൾ ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ടേബിളൊന്ന് മാറ്റി ഇവിടെ നിന്ന് മയ്യത്ത് നമസ്കാരത്തിനുള്ള ഒരു ക്രമീകരണം. ബഹുമാന്യനായ മുസ്തഫൽ ഫൈസി ഖത്തീബ് മേപ്പാടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മയ്യത്ത് നമസ്കാരത്തിലേക്ക് പോകും.